ഗായ്സ്, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പരിപാടിയിൽ ചാമ്പയുടെ ഉള്ളിൽ വരുന്ന പുഴുവിനെ ഒഴിവാക്കണം നമുക്ക്. അതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു സൂത്രപ്പണിയാണ്. നമ്മൾ ഈ സൂത്രപ്പണിയുടെ ആൾക്കാരല്ലോ. മരുന്നടിക്കാണ്ട് നമുക്ക് കഴിക്കാനുള്ള സാധനമല്ലേ ഇത്. ബെൽചാമ്പയാണ്, നല്ല ഇനമാണ്, നല്ല വലിപ്പവും നല്ല സൈസാവണ ചാമ്പയാണ്. അപ്പോൾ ഇതിനകത്തുള്ള ഒരു കുഴപ്പം, നല്ല റെഡ് കളറായി കഴിയുമ്പോഴേക്കും ഉള്ളിൽ പുഴുവോ കംപ്ലയിൻസൊക്കെ, പുഴുവിൻ്റെ ഒരു പ്രശ്നം കാണിക്കുന്നുണ്ട്. അത് എല്ലാത്തിനും ഇല്ല, കുറേ എണ്ണത്തിനൊക്കെ. അപ്പോൾ ഈ പൂവാകുമ്പോഴായിരിക്കും ഈ പ്രശ്നം ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഒരു 3-4 ദിവസത്തേക്ക്, 4-5 ദിവസമല്ല, ഈ പൂ വിരിഞ്ഞ് തീരണ വരെ എങ്കിലും കുറേശ്ശെ ഇതിൻ്റെ ചുറ്റുവശവും കൂട്ടിയിട്ട് കത്തിക്കുക. പുകയിടുക, കത്തിക്കലല്ല കേട്ടോ. കത്തിച്ച് ചിലപ്പോൾ ഇതൊക്കെ മൊത്തം മാടിപ്പോവും. പുകയിടാൻ പാടുള്ളൂ. അപ്പോൾ പുകയിട്ട് കഴിഞ്ഞാൽ കുറേയൊക്കെ കുറയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമുക്ക് അത് എങ്ങനെ ഉണ്ടാവുന്നത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണതാ. ശരിക്കും പറഞ്ഞാൽ നമുക്കിതിന് വലിയ കാശൊന്നും കൊടുക്കണ്ടല്ലോ, ഇവിടെ ക്ലീൻ ആവുകയും ചെയ്യും. പുകയിട്ട് നോക്കാം നമുക്ക്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ജാതിയുടെ പുകയിട്ട് നല്ലതാണെന്ന് പറയുന്നുണ്ട്, കായ പിടിക്കുമെന്ന് പറയുന്നുണ്ട്. ഇതിലൊക്കെ വല്ല അഭിപ്രായവും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഗുണം ചെയ്യാവുന്ന രീതിയിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പല കാര്യങ്ങളും ചെയ്ത് നോക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഗിൽറ്റ് പേപ്പർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് നോക്കിയിട്ടുണ്ട്, തോരണം അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇട്ട് നോക്കിയിട്ടും അതുപോലെ എന്താ പറയുക, നമ്മുടെ കേടും പോണില്ല. നമ്മുടെ മറ്റേ എലികുത്തൽ, അണ്ണാൻ കയറൽ, അതുപോലെ വാവൽ കഴിക്കൽ, ഇതൊന്നും തീരുന്നില്ല. ഇത് രാത്രി വൈകുന്നേരം നേരങ്ങളിൽ ഈ പണി ചെയ്ത് നോക്കട്ടെ. സക്സസ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വിവരം അറിയിക്കുന്നതായിരിക്കും. നിങ്ങളൊന്നും ചെയ്ത് നോക്ക്. നമുക്ക് വലിയ ചിലവുള്ള കേസൊന്നുമില്ല. പിന്നെ ഇത് ആളി കത്താണ്ട് നോക്കണം കേട്ടോ. ആളി കത്താണ്ടിരിക്കാൻ ഞാനിപ്പോഴത്തേക്ക് നല്ല പച്ച ഇലകളാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ സൈഡിൽ ഇതേ പനയുടെ കൊമ്പും കോലൊക്കെ മുളച്ച് വരുന്നുണ്ട്. പന തൈകൾ മുളച്ച് വരുന്നുണ്ട്, പുളിത്തൈ മുളച്ച് വരുന്നുണ്ട്, അയിനിപ്ലാവിൻ്റെ തൈയൊക്കെ മുളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെട്ടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് പുകഞ്ഞ് നിന്നോളാം. നല്ല പുകയായിട്ട് കിട്ടും. നമുക്കപ്പോൾ ഇതൊന്ന് കത്തിക്കാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. കുഞ്ഞു വീഡിയോ ആണ്, വലിയ എന്താ പറയുക, വലിയൊരു സംഭവം കാണിക്കാനൊന്നുമല്ല. പക്ഷെ ഇത് വെച്ച് കുറച്ച് പേരെങ്കിലും ചാമ്പമരം രക്ഷപ്പെട്ട്, അല്ലെങ്കിൽ കുറേ പേര് വെട്ടിക്കളയാൻ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് പേര് വെട്ടിക്കളയാൻ നടപ്പുണ്ട്. ഇതൊക്കെ നന്നായിട്ട് പിള്ളേരെ കഴിക്കട്ടേ, നല്ലത് കഴിക്കട്ടെ, വിഷം അടിക്കാത്ത സാധനങ്ങൾ. അപ്പോൾ ശരി, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യ്, കമൻറ്റ് ചെയ്യ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയ ഉടായ്പ പരിപാടിയായിട്ട് ഞാൻ അടുത്ത വീഡിയോ കാണാം.